ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴെ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. യെസ്, മത്സരം തുടങ്ങാം നമുക്ക്. ഹെഡ് ടൈലർ ഫസ്റ്റ് ഞാൻ എടുക്കുന്നു. ഫാസ്റ്റ് വൺ. മലർത്തി അടിക്കാൻ തീരുമാനിച്ചാണത്. മലർത്തി അടിയില്ല ഇവിടെ. ഓക്കെ ഓക്കെ, ഫസ്റ്റ് വൺ ജയ് മഹേന്ദ്രൻ. വെബ് സീരീസാണ്. നമ്മുടെ ഷൈജു കുറുപ്പ് നായകനാവുന്ന സിനിമയല്ല, വെബ് സീരീസാണ്. ഒക്ടോബർ 11 സോണി ലീവിൽ സ്ട്രീമിംഗ് തുടങ്ങും. ഇതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ മിനിഞ്ഞാന്ന് വന്നത്. ഓർമ്മയില്ല, ഇനി ആവശ്യമില്ലാത്ത കാര്യം. ഇന്നത്തെ ദിവസത്തിൻ്റെ മുൻപത്തെ ഏതോ ദിവസം വന്നു. എന്തൊരു കഷ്ടം. അടുത്തത് ബോഗെയിൻ വില്ല സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. ഒക്ടോബർ 17 എന്തായാലും ഒക്ടോബർ 10 എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അത് മാറ്റിയെന്നല്ല, അതിനല്ല, ഒക്ടോബർ 10 അതിന് സാധ്യത വളരെ കുറവായിരുന്നു. വെട്ടയ്യൻ ഒക്ടോബർ 10 അതിൽ ഫഹദ്വാസിലുണ്ട്, ഇതിലും ഫഹദ്വാസിലുണ്ട്, അതായത് ബോഗെയിൻ വില്ലയിൽ. അപ്പോൾ 2 സിനിമ ഒരുമിച്ച് അതെന്തായാലും വരൂല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, കേരളത്തിൽ സോളോ റിലീസായിട്ടാണല്ലോ നമ്മളെ വേട്ടയം വരുന്നത്. ഓക്കെ, അടുത്ത കിഴി ഗെയിം ചേഞ്ചർ സിനിമയുടെ സെക്കൻഡ് സിംഗിൾ വരാൻ പോകുന്നു. അതിൻ്റെ പ്രൊമോ സോങ് ഇന്ന് വരും. ഓക്കെ വന്നോട്ടെ. ഓക്കെ, ശങ്കറൂട്ടി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. നമ്മുടെ രാംചരനാണ് നായകൻ. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവാന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയാം. പൃഥ്വിരാജ്, വിഷ്ണു മോഹൻ, ഓക്കെ, രണ്ടുപേരും ഒരുമിക്കുന്ന സിനിമ വരുന്നു എന്നുള്ള വൻ റൂമറുകൾ കേൾക്കുന്നുണ്ട്. ഇതിന്റെ പ്ലാനിങ് നടക്കുന്നു എന്നാണ് കേൾക്കുന്നത്. വിഷ്ണു മോഹൻ, അതായത് മേപ്പടിയാൻ, പിന്നെ കഥ ഇന്ന് വരെ. മേപ്പടിയാൻ കൊള്ളായിരുന്നു കേട്ടോ. മേപ്പടിയാൻ കൊള്ളായിരുന്നു, പക്ഷെ കഥ ഇന്ന് വരെ വളരെ മോശമാണെന്നുള്ളതാണ് കേട്ടത്. സത്യം. ഓക്കെ, അടുത്ത കിഴി വിലായത് ബുദ്ധ സിനിമ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് ഡിസംബറിലേക്കാട്ടോ. ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സിനിമ, വലിയ പ്രതീക്ഷ. എന്തായാലും സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഡിസംബറിൽ പ്ലാൻ ചെയ്യുന്നു. മനസ്സങ്ങനെ പറയുന്നു. അത് 1.5 സംഭവിക്കുന്നു. ഒരു 1.5 ഐറ്റം ആയിരിക്കും. അടുത്തത് വാഴൈ സിനിമയുടെ OTT റിലീസ് ഒക്ടോബർ 11 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ. തമിഴിൽ നല്ല അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സിനിമയ്ക്ക്. രണ്ടും ഒരേ ടൈമിൽ വരുന്നു, നല്ല അഭിപ്രായമായിരുന്നു. മലയാളത്തിൽ വാഴ, തമിഴിൽ വാഴൈ. അതെ, അല്ലെങ്കിൽ വാഴകളെല്ലാവരും എവിടെ പോയാലും നല്ല അഭിപ്രായമായിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, മാരി സെൽവരാജല്ലേ. ഓക്കെ, അടുത്ത കിഴി ബോംബെ പോസിറ്റീവ്. പുതിയ സിനിമയാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. അല്ലേ, ലുക്മാൻ നായകനാവുന്ന സിനിമയാണ്. പിന്നെ അതിൽ ബിനു പപ്പു, ജഗദീഷ് ഒക്കെയാണ്. നേഹ സക്സേന. പേര് പെട്ടെന്ന് കിട്ടാതെ വന്നായി. അങ്ങനെ വരാൻ ഒരു വഴിയില്ലല്ലോ, പേര് കിട്ടാതിരിക്കാൻ. അതെ, എന്താണോ സംഭവിച്ചത്? ഓക്കെ, വേട്ടയ്യൻ സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാര്യം പറയാനുണ്ട്. ഇതിലെൻ്റെ ഒരു പണ്ട് മുതലുള്ള ഒരു ക്രഷ് ഉണ്ട് ഇതില്. സൗമ്യ. ആരാന്നറിയത്? എനിക്കറിയില്ല. അതിലെ നായികല്ലേ? എനിക്കാണെങ്കിൽ കഫേ അതില് റെഡ് സംഭവം മനസ്സിലായി. പക്ഷെ അതിനകത്ത് നായികന്റെ മുഖം കൊണ്ട് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. എന്ത് ചെയ്യാനാ? എന്താണെങ്കിലും വേട്ടയ്യൻ സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. UA സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഇത് സെൻസറിങ് കഴിഞ്ഞു എന്നുള്ളത് ഒഫീഷ്യൽ അല്ല, ഇൻസൈഡ് ടോക്സ് ആട്ടോ. UA സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നതാണ് അറിഞ്ഞത്. അതെന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, ഊഹിച്ചതല്ലട്ടത്. ഓക്കെ, അടുത്ത കിഴി വേഫർ ഫിലിംസ് പ്രൊഡക്ഷൻ നമ്പർ 7. നമ്മുടെ നസ്രൻ നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ സെറ്റിൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി, നമ്മുടെ സ്വന്തം മമ്മൂക്ക വന്നിട്ടുണ്ട്. ഇത് ചിലയിടങ്ങളിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ? മമ്മൂക്ക നസ്രൻ്റെ മൂവിയിൽ കാമിയോ. അത് തിരിച്ചും പറയുന്നുണ്ട്, ദുൽഖറിൻ്റെ മൂവിയിൽ മമ്മൂക്ക. ആൾക്കാർക്ക് മാക്സിമം വിൽക്കാനുള്ള പണിയൊക്കെ എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇവർ കാണിച്ചു തന്നതുകൊണ്ട് തന്നെ നമ്മളും അതേ രീതിയിൽ കൊടുക്കാം. അടുത്തത്
വീരയുഗ നായകൻ വേൽപ്പാരി, സൂര്യയും വിക്രവും ഒരുമിക്കുന്നു. വലിയൊരു ആശ്വാസം. എന്താണ് എനിക്ക് കിട്ടിയില്ലല്ലോ ഈ കിഴി. എന്താടാ പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടിയാനടാ. അങ്ങനെ ഞാൻ വിചാരിച്ചു സൂര്യൻ വിക്രവും ഒരുമിക്കുന്ന കിഴി കിട്ടിയില്ലല്ലോ. അതും മറ്റേ ഇതിന് ശേഷമല്ലേ ഇവർ ഒരുമിക്കുന്നത്. സിനിമയുടെ പേരെന്താ? നമ്മുടെ പിതാമഹൻ. പിതാമഹന് ശേഷം 21 വർഷമായിട്ടായി. ശരിയാ ആയിട്ടുണ്ടാവുമായിരിക്കും. ബാല സംവിധാനം ചെയ്ത സിനിമയാണ്. ശങ്കറിന്റെ മൂവിയിലെ വിക്രം 3ാമത്തെ സിനിമ. അങ്ങനെയാണെങ്കിൽ ശങ്കറിന്റെ മൂവിയിലെ അയ്യ്, പിന്നെ വേറെ ഏതാ? അന്യൻ, പിന്നെ ഇതും. ഓക്കെ, കൊള്ളാം. എന്താണെങ്കിലും ഭയങ്കരമായിട്ടുള്ള അന്യൻ തന്നെ. പക്ഷേ അന്യൻ തന്നെ പറഞ്ഞാന്ന് ശങ്കർ പറഞ്ഞാന്ന് പറയാൻ വന്നു. ശങ്കർ തന്നെയാണ് ഈ ഒരു ന്യൂസ് ഒക്കെ പുറത്തു വിട്ടിട്ടുള്ളത്. നേരിട്ട് വന്നവനോട് പറഞ്ഞു. അതാണ് പറയാൻ വരുന്നത്. അപ്പൊ അന്യൻ 2 അന്യൻ 2 അല്ലേ? വെറുതെ എന്തിനാന്ന് അത് ഈ സാധനം വരികയാണെങ്കിൽ നമുക്ക് ഇതിൽ പ്രതീക്ഷ കേട്ടോ. അത് തീർച്ചയായിട്ടും ഉണ്ട്. ഈ 2ാം ഭാഗത്തിന്റെ ഉള്ളതിനകത്ത് മാത്രം ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യം. അതും പിന്നെ ഈ പുതിയതായിട്ട് എഴുതി വെക്കുന്ന ചില സാധനങ്ങളുണ്ടല്ലോ, അതായത് ഈ ഫ്രഷ് ആയിട്ടുള്ള ഇന്നത്തെ തലമുറയുടെ സിനിമ പറയുമ്പോൾ പ്രശ്നമാണ്. പീരിയോഡിക് സംഭവമൊക്കെ ചെയ്യുമ്പോൾ ആളുടെ സംവിധാനത്തിൽ നമുക്കൊരു ഡൗട്ടും ഇല്ല. ഇവിടെയാണ് പ്രശ്നം, എഴുത്ത്. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാം, പുതിയ അപ്ഡേഷൻസ് ഒക്കെ വരട്ടെ. അതെ, അടുത്ത കിഴി എടുത്തു. ഓക്കെ, നെക്സ്റ്റ് വൺ എന്തായിരിക്കും? ദേവര. ഒരു വര ഇട്ടാലോടെ. ദേവര സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ വേൾഡ് വൈഡ് എത്രയെന്നറിയാം? 135 കോടി. 135 കോടി. എന്തായാലും ഇന്ത്യയിൽ 77 കോടി എന്നുള്ളതാണ് കേട്ടത് കേട്ടോ. ഫസ്റ്റ് ഡേ വാമ്പൻ ബുക്കിംഗ് ആയിരുന്നില്ലേ? 55 കോടിയുടെ ഫസ്റ്റ് ഡേ, അതായത് ബുക്കിങ്ങിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഈ കിഴി എനിക്ക് കിട്ടേണ്ടത് അതൊരു നിയോഗം. നിന്റെ ഒരു ഭാഗ്യേ. അമരൻ. ഈ കിഴി എനിക്ക് കിട്ടേണ്ടതും എന്റെ നിയോഗം. അത് സത്യം. സായി പല്ലവി. സായി പല്ലവിയുടെ ക്യാരക്ടർ റിവീൽ ടീസർ അല്ല വന്നിട്ടുണ്ടായിരുന്നു. പേര് മറന്നുപോയല്ലോ. ഇന്ദു റബേക്ക വർഗീസ്. യെസ്, ഇന്ദു റബേക്ക വർഗീസ്. അത് കഴിഞ്ഞിട്ട് അത് ഇന്ദു മുകുന്ദനാവും. ഓക്കെ, നമ്മുടെ ചെറുക്കനെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ എന്തായാലും റിയൽ സ്റ്റോറിയാണല്ലേ. അത് പിന്നെ ഓൾറെഡി വന്നതായിരുന്നല്ലോ. അത് പെർഫോം ചെയ്യാനുള്ള കഥാപാത്രങ്ങൾ മാത്രമേ നമ്മുടെ സായി പല്ലവി എടുക്കുള്ളൂ. നമ്മളെ മുത്തുമണി അങ്ങനെ, അല്ലാണ്ട് ഒരു ആവശ്യമില്ലാത്ത ചാണകപ്പൊളി സാധനത്തിനകത്തൊന്നും പോയിട്ട് തലയിടൂല. ആൾക്ക് പെർഫോം ചെയ്യാനുണ്ടോ അത് ആള് സെലക്ട് ചെയ്യും. അത് ശരിക്ക് പെർഫോം ചെയ്യാനുള്ള ആൾക്കാരിലല്ലേ ഇങ്ങനത്തെ സിനിമകൾ എത്തുന്നുള്ളൂ. തീർച്ചയായിട്ടും അത് അവർക്കറിയാം, എഴുതിയവർക്കറിയാം ഇത് ഏത് സ്ഥലത്താണ് ഇത് കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. വേറെ വഴിക്ക് പോയിട്ട് കാര്യമില്ല എന്നുള്ളവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഇതൊക്കെ കിട്ടുന്നത്. അതാണ്, അങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ അല്ലാണ്ട് ഇഷ്ടംപോലെ എത്തുന്നുണ്ടാവുമല്ലോ. പിന്നെ എത്രയോ സ്ക്രിപ്റ്റ് ചെയ്തില്ലെന്നുണ്ടാവും. പക്ഷെ അതിനകത്തുനിന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു കഴിവ് തന്നെയാണ്. തട്ടിമാറ്റം. സായി പല്ലവി മുത്താണത്, മുത്ത്. ഇവിടെയാണ് സായി പല്ലവി. നിങ്ങൾ സൂപ്പറാട്ടോ. പിന്നെ അല്ല, നല്ല നടിയാ. ഓക്കെ, എന്തായാലും ഒന്നുകൂടി ഞാൻ നേരെ ഇരുന്നേരാം. ഞാൻ കണ്ടു. അടുത്ത കിഴി ഞാൻ അടുത്തായിരുന്നേ. എംപുരാൻ സിനിമയുടെ അപ്ഡേറ്റ് നമുക്ക് തരുന്നു ദീപക് ദേവ്. ദീപക് ദേവ് വന്നിരുന്നു. നമുക്ക് തന്നു. അന്നോളാപ്പി റഫത്ത് പോയിട്ടുണ്ട്. ദീപക് ദേവ് ധൈര്യമായിട്ട് വന്നു. ദീപക് ദേവ് എന്താ തന്നതെന്ന് അറിയോ? അതായത് ഇതിൻ്റെ വിഷ്വൽസൊക്കെ, എഡിറ്റ് ചെയ്യാത്ത വിഷ്വൽസൊക്കെ ഞാൻ കണ്ടു, ഞെട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് വമ്പൻ റിച്ച് ഫ്രെയിമുകളാണെന്നുള്ളതാണ്. ആള് ഇത് എന്തായാലും വെറുതെ പറയില്ല, കാരണം ആൾ തന്നെയാണ് അതിൻ്റെ മ്യൂസിക് ഒക്കെ ചെയ്യുന്നത്. അപ്പം സീനുകളൊക്കെ ആൾ കണ്ടിട്ടുണ്ടാവണം. പിന്നെ നമുക്ക് പൃഥ്വിരാജിനെ കുറിച്ചുള്ള നമുക്ക് അറിയാലോ. ആശാൻ എന്തായാലും ചെറുതായിട്ടൊന്നും തൊട്ട് തലോടി പോകൂല എന്നുള്ളത് നമുക്ക് അറിയാം. നിങ്ങളുടെ മുന്നിലേക്ക് തരും, പക്ഷെ ഒരുക്കുന്നത് വൻ ബഡ്ജറ്റിലും വൻ സ്ക്രീൻ, വൻ എന്തെന്ന് പറയാടാ അതിന്, കേരളത്തിലെ ഏറ്റവും വലിയ സിനിമ എന്നുള്ള രീതിയിൽ ചെറുതാക്കി കളഞ്ഞല്ലോ. ഞാൻ വേറെ എന്തൊക്കെയോ ഉദ്ദേശിച്ചു വലിയ സംഭവം ആക്കി കൊണ്ടുവന്നു. അടുത്തത് ഗോട്ട്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. സിനിമ ലീക്ക് ആയിട്ടുണ്ട്. അതായത് ലോ ക്വാളിറ്റി ആണ് സാധനം, ഫുൾ ലീക്ക് ആയിട്ടുണ്ട്. ഇപ്പൊ ചോദിക്കും ലോ ക്വാളിറ്റി ആണ് ഇത്രയും ക്ലിയർ എന്ന്. അത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അത് നോക്കിയിട്ട് എന്താണെങ്കിലും ലോ ക്വാളിറ്റി എല്ലാവരും
ഇപ്പൊ തിയേറ്ററിൽ പോയിട്ട് ഇനി ആരും റിസ്ക് എടുക്കണ്ടല്ലോ, എല്ലാരും ഇപ്പൊ ഇരുന്ന് കാണുന്നുണ്ടാവും. വളരെ മോശത്തരമുണ്ട്. എന്നാൽ 10-ാം തീയതി ഒറ്റ OTT വരാനുള്ള സിനിമയാണ്. ഭയങ്കര മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്, ഏത് സിനിമേന്റെ ആണെങ്കിലും, ഇതിന്റെ മാത്രമല്ല. എന്തായാലും അടുത്ത കിഴി, ഒരു കട്ടിൽ ഒരു മുറി. ഇത് നമ്മൾ ആൾറെഡി പറഞ്ഞതാണ് ഈ കിഴിയിലെ ഈ അപ്ഡേറ്റ്. ഈ കിഴി നമുക്കറിയാം ഇതെന്താണ് ഇതിനകത്ത് പറയാൻ. അതായത് ഈ അപ്ഡേറ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, സെപ്പറേറ്റ് ഒന്നും കൂടി എടുത്താണ്. കാരണം ഇത് ഞങ്ങളുടെ റിയൽ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു പേരാണ്, ഒരു കട്ടിൽ ഒരു മുറി. സത്യത്തിൽ ഇത് നമ്മുടെ സ്റ്റുഡിയോ റൂം, ഇതാണ് ആ മുറി. പിന്നെ ഒരു കട്ടിലുണ്ട്, ആ കട്ടിലിൽ ഇങ്ങനെ ഇരിക്കും. ഞാനിവിടെ എഡിറ്റ് ചെയ്യുന്നു, അവനവിടെ ഇരിക്കുന്നു, ഞങ്ങളിവിടെ വന്നിരിക്കുന്നു, വീഡിയോ ചെയ്യുന്നു, അവിടേക്ക് പോകുന്നു. ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നടക്കുന്ന കാര്യമല്ല, കണ്ടിന്യൂസ് ആയിട്ട് 3.5 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഒരു കട്ടിലും ഒരു മുറി. 2 പേരുടെ ജീവിതം ഇതിന്റെ ഉള്ളിലാണ്. ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. എന്താണെങ്കിൽ ഇത് ഈ പേര് വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് അത് ഒരാശയം ഉള്ളിൽ വന്നു കേട്ടോ. അത് കറക്റ്റ് ആണല്ലോ, ഇത് വീണ്ടും ഇത് കറക്റ്റ് ആണല്ലോ, നമ്മളെ ഉദ്ദേശിച്ചാണല്ലോ. എന്താണെങ്കിലും സന്തോഷം. പക്ഷെ നമ്മൾ അതിൽ ഭയങ്കര ഹാപ്പി കേട്ടോ. അല്ല, അതിനൊക്കെ മറികടന്ന് ഞങ്ങളൊരു വരവുണ്ട്, അത് വേറൊരു സത്യം. അത് ഇങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് വരണ്ടാന്ന്, നമ്മൾ അറിയാണ്ടിരിക്കുമ്പോ നമ്മൾ വരണം, എന്നിട്ട് ഇങ്ങനെ ഞെട്ടണം. ഈ പട്ടിത്തീട്ടങ്ങൾ ഇവിടെ വന്നു അവര് മനസ്സിലങ്ങനെ വിചാരിക്കും, ഇങ്ങനെയുള്ള ബാഡ് വേർഡ്സ് യൂസ് ചെയ്തു. പക്ഷെ ഇതൊന്നും യൂസ് ചെയ്യണ്ടായിരുന്നു, വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കാറുണ്ടല്ലോ. വേറെ ഇതിനെക്കാട്ടും കൂടിയതേ ഉള്ളൂ, ചെറുതൊന്നും ഇല്ല. എന്തായാലും പോവാണേ, മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ ബൈ.